ഈ വർഷത്തെ CUET എൻട്രൻസ് എക്സാം എഴുതുന്നവർക്ക് ഒരു മുട്ടൻ പണി തന്നെ വന്നിട്ടുണ്ട്. വെൽക്കം ടു എജുബോട്ട്, മൈസെൽഫ് ഹംസത്ത് ലിബാനേക്ക്. കഴിഞ്ഞ ദിവസമാണ് NTA സൈറ്റിൽ CUETയുടെ എക്സാം സെന്ററുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത്. സോ ഓൾറെഡി നമുക്ക് ഇൻഫോംഡ് ആണ് എന്ത് May 15th to May 24th വരെ ആയിരിക്കും CUETയുടെ എൻട്രൻസ് എക്സാം എന്നുള്ളത്. ഒരു പക്ഷേ എലക്ഷൻ ആകുമ്പോൾ മാറ്റാനുള്ള സാധ്യത ഉണ്ടാകുമെന്ന് പല ആൾക്കാരും പറഞ്ഞിരുന്നെങ്കിലും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു NTA ഒരിക്കലും എലക്ഷൻ അനുസരിച്ചിട്ട് നമ്മുടെ എക്സാംസ് മാറ്റിവെക്കുന്ന ഒരു ടീമല്ല. സോ എന്നാണ് May 15th to May 24th ആണ്. പക്ഷേ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ആദ്യമായിട്ടാണ് നമ്മൾ പെൻ ആൻഡ് പേപ്പർ മോഡലും അതുപോലെ തന്നെ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാംസും ഒരുമിച്ച് നടത്തുന്നത്. സാധാരണ CBT എക്സാംസ് ആയിരുന്നു, പക്ഷേ ഈ വർഷം CBTയും അതുപോലെ തന്നെ പെൻ ആൻഡ് പേപ്പർ മോഡ് ഹൈബ്രിഡ് ആയിട്ട് രണ്ട് രീതിയിലും എന്ത് ചെയ്യുന്നുണ്ട്, എക്സാം നടത്തുന്നുണ്ട്. അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ കുട്ടികൾ അപ്ലൈ ചെയ്തിട്ടുള്ള എക്സാമുകൾക്ക് പെൻ ആൻഡ് പേപ്പർ മോഡും കുറഞ്ഞ അപ്ലിക്കേഷൻസ് വന്ന സബ്ജക്ട്സിന് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാംസ് ആണ് ഈ വർഷം പ്രിഫർ ചെയ്യുന്നത്. സോ ഈ എക്സാമിൻ്റെ പാറ്റേൺ നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് എല്ലാ സബ്ജക്ട്സിനും 45 മിനിറ്റ്സ് ആണ്. 63 പേപ്പേഴ്സ് ഉണ്ട്. ഈ 63 പേപ്പേഴ്സിൽ ഓൾമോസ്റ്റ് എല്ലാ പേപ്പേഴ്സിനും 45 മിനിറ്റ്സ് ആണുള്ളത്. പക്ഷേ പ്രോബ്ലം പേപ്പേഴ്സ് ആയിട്ടുള്ള അക്കൗണ്ടൻസി, മാത്തമാറ്റിക്സ്, എക്കണോമിക്സ് തുടങ്ങിയിട്ടുള്ള സബ്ജക്റ്റുകൾക്ക് 1 hour അഥവാ 60 മിനിറ്റ്സ് ആണ് എക്സാമിനുള്ളത്. സോ ഇവിടെ നമുക്ക് ശ്രദ്ധിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഏതെല്ലാം സബ്ജക്ട്സ് ആണ് CBT വരുന്നത്, ഏതെല്ലാമാണ് പെൻ ആൻഡ് പേപ്പർ മോഡിൽ എന്നുള്ളത്. സോ ഇതിലെ മറ്റൊരു കാര്യം വളരെ പ്രധാനപ്പെട്ടതെന്ന് വെച്ചാൽ നമ്മുടെ ഈ വർഷം ഏകദേശം 13,40,000 കുട്ടികൾ എക്സാമിന് അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പം CUETയിൽ അത്രയും നമ്പർ ഓഫ് സ്റ്റുഡൻസ് എന്ത് ചെയ്തിട്ടുണ്ട്, അപ്ലൈ ചെയ്തിട്ടുണ്ട്. സോ ഇറ്റ് ഈസ് നല്ലൊരു കോമ്പറ്റീറ്റീവ് മോഡിലേക്കാണ് നമ്മുടെ CUET മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനിയാണ് നിങ്ങൾക്ക് പണിയാണോ അല്ലെങ്കിൽ ഇത് നിങ്ങൾക്ക് ഗുണമായുള്ള കാര്യമാണോ എന്ന് നമുക്ക് നോക്കേണ്ടത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പറയുകയാണെങ്കിൽ 15th May അഥവാ May 15 നിങ്ങൾക്ക് എക്സാം വരുന്നത് കെമിസ്ട്രി, ബയോളജി, ഇംഗ്ലീഷ് ആൻഡ് ജനറൽ ടെസ്റ്റ്. ഉറപ്പാണ് മക്കളെ, നിങ്ങൾ സയൻസ് ബാക്ക്ഗ്രൗണ്ടിലുള്ള കുട്ടികളാണെങ്കിൽ കെമിസ്ട്രിയും ബയോളജിയും എന്തായാലും നിങ്ങൾ ഓപ്റ്റ് ചെയ്യും, 2 എണ്ണം ഉറപ്പാണ്. അത് മാത്രമല്ല, ഓപ്ഷണലായിട്ട് ഒരു ലാംഗ്വേജ് നിങ്ങൾ സെലക്ട് ചെയ്യും. ഏറ്റവും കൂടുതൽ കുട്ടികൾ സെലക്ട് ചെയ്യുന്ന ലാംഗ്വേജ് ഏതാണെന്ന് ചോദിച്ചാൽ അത് ഇംഗ്ലീഷ് ആയിരിക്കും. അപ്പം മോസ്റ്റ്ലി അഥവാ ഈ സയൻസ് പഠിക്കുന്ന 75 അല്ലെങ്കിൽ 80 to 90% കുട്ടികൾ വരെയും ഇംഗ്ലീഷ് ഓപ്റ്റ് ചെയ്തിട്ടുണ്ടാകും. സോ നിങ്ങൾക്ക് 3 എക്സാം വരും. അത് മാത്രമല്ല, പല യൂണിവേഴ്സിറ്റികളിലും ജനറൽ ടെസ്റ്റ്, പ്രത്യേകിച്ച് പല യൂണിവേഴ്സിറ്റികളിലും ജനറൽ ടെസ്റ്റ് എക്സാം ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ അഡ്മിഷൻ കിട്ടുകയുള്ളൂ. സോ അതുകൊണ്ട് തന്നെ ഈ 4 കോമൺ സബ്ജക്റ്റ്, വളരെ കോമൺ ആയിട്ടുള്ള സബ്ജക്റ്റാണ് കെമിസ്ട്രി, ബയോളജി, ഇംഗ്ലീഷും ജനറൽ ടെസ്റ്റും. സോ ഈ ടെസ്റ്റിൻ്റെ പ്രത്യേകത വെച്ചാൽ അത്രയും കൂടുതൽ കുട്ടികൾക്ക് ഒരുമിച്ച് ഈ ഒരു ദിവസം തന്നെ അഥവാ ഈ 15ാം തീയതി തന്നെ ഈ 4 എക്സാംസ് എഴുതണം. അപ്പം നിങ്ങളുടെ സെൻറ്ററുകളിലൊക്കെ എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഒരു സെൻറ്ററിൽ നിന്ന് മറ്റൊരു സെൻറ്ററിലേക്ക് പോയിട്ടൊക്കെ അത്രയും നല്ല രീതിയിൽ ട്രാൻസ്പോർട്ടേഷൻ്റെ ഒക്കെ ഇഷ്യൂസ് ഉണ്ട്, വരാനുള്ള സാധ്യതയുണ്ട്. സോ ഈ 4 എക്സാം ഒരുമിച്ച് നിങ്ങൾ പഠിക്കുകയും വേണം, അന്നത് എക്സാം എഴുതുകയും വേണം. അപ്പം ഭയങ്കരമായിട്ടുള്ള ഡിഫിക്കൽട്ടാണ്. അതിൻ്റെ ടൈമിംഗ് നോക്കണം, 10 മണി മുതൽ 11 മണി വരെ. പിന്നുള്ളത് 12:15 അഥവാ 1 hour ടൈം മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, കെമിസ്ട്രിയിൽ നിന്നും ബയോളജിയിലേക്കും ബയോളജിയിൽ നിന്നും ഇംഗ്ലീഷിലേക്ക് സമയം നോക്കണം. 1 മണി മുതൽ 3 മണി വരെ. അത്രയും വളരെ കുറഞ്ഞ സമയം എന്തേ ഉള്ളൂ നിങ്ങൾക്ക് ബ്രേക്ക് ആയിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഡിഫറെൻറ്റ് സെൻറ്റേഴ്സിലാണ് ഇത് കിട്ടുന്നതെങ്കിൽ പോയി മക്കളെ, അത് ഭയങ്കരമായിട്ട് എന്ത് ചെയ്യും, നിങ്ങൾക്ക് ഡിഫിക്കൽട്ടീസ് ഉണ്ടാകും. നെക്സ്റ്റ് അടുത്ത എന്താണ്, May 16 തീയതി നോക്കുകയാണെങ്കിൽ വലിയ രീതിയിലുള്ള ഇഷ്യൂസ് വരുന്നില്ല. കാരണം എന്താണ്, എക്കണോമിക്സ്, ഹിന്ദി, ഫിസിക്സ്, മാത്തമാറ്റിക്സ്. ആകെ ഒരു കേസ് വരുന്നത് മാത്സും ഫിസിക്സും. മിക്കവാറും കുട്ടികൾ കോമൺ ആയിട്ടായിരിക്കും മാത്സും ഫിസിക്സ് എഴുതിയിട്ടുണ്ടാവുക. എക്കണോമിക്സും ഹിന്ദിയും വരാനുള്ള സാധ്യത വളരെ കുറവായിരിക്കും. അതുപോലെ എക്കണോമിക്സും ഫിസിക്സും മാത്സും അതൊരിക്കലും കോമൺ ആയിട്ട് വരില്ല. ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് വരാൻ മാത്സും ഫിസിക്സ് ആണ്. പക്ഷേ ഇതിനത്ര ബുദ്ധിമുട്ട് വരില്ല. ഇത് തന്നെ ആക്ച്വലി ബുദ്ധിമുട്ടാണ്, ഫിസിക്സും മാത്സും ഒരുമിച്ച് വന്നത് എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ഈ 4 സബ്ജക്ട്സ് ഒരുമിച്ച് വന്നാൽ അതിൻ്റെ ഒരു ഇഷ്യൂ എന്തായിരിക്കും, അത്രയും ഡിഫിക്കൽട്ടാണ്. നെക്സ്റ്റ് ഇനി സോഷ്യൽ ആയിട്ടുള്ള കുട്ടികൾക്കും അതുപോലെ തന്നെ ഹ്യൂമാനിറ്റീസും കൊമേഴ്സും പഠിക്കുന്ന കുട്ടികളുടെ ശ്രദ്ധ നോക്കി. കൊമേഴ്സ് പഠിക്കുന്ന കുട്ടികൾക്ക് ബിസിനസ് സ്റ്റഡീസും അക്കൗണ്ടൻസിയും ഉറപ്പാണ്. എന്തായാലും കൊമേഴ്സ് പഠിക്കുന്ന കുട്ടികൾ ഇത് രണ്ടും ഓപ്റ്റ് ചെയ്തിട്ടുണ്ടാകും. ജോഗ്രഫി, ഫിസിക്കൽ എഡ്യൂക്കേഷൻ അത് അവരുമായി റിലേറ്റ് ചെയ്തില്ല. അപ്പം ഈ 2 അടുപ്പിച്ച് എക്സാംസ് എന്ത് ചെയ്യുന്നുണ്ട്, ഈ May 17 ഇവർക്ക് വരുന്നുണ്ട്. സോ ഇറ്റ് വിൽ ബി റിയലി ഡിഫിക്കൽട്ട്. കാരണം തലേ ദിവസം 2 സബ്ജക്ട് പഠിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പ്രത്യേകിച്ച് അക്കൗണ്ടൻസി ഒക്കെ CUET ലെവലിൽ ഹൈലി നല്ല കോമ്പറ്റീവ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത്. നെക്സ്റ്റ് സോഷ്യൽ സയൻസുമായി റിലേറ്റ് അഥവാ നമ്മുടെ ഹ്യൂമാനിറ്റീസ് വിദ്യാർത്ഥികൾക്ക് ഹിസ്റ്ററി, പൊളിറ്റിക്സ്, സോഷ്യോളജി. ഹിസ്റ്ററിയും പൊളിറ്റിക്സും പക്ക 100% ഓൾമോസ്റ്റ്. സോ ഹ്യൂമാനിറ്റീസ് പഠിക്കുന്ന എല്ലാ കുട്ടികളും എക്സാം അറ്റൻഡ് ചെയ്യുന്നതാണ്. കാരണം ഏറ്റവും കൂടുതൽ കുട്ടികൾ അപ്ലൈ ചെയ്യുന്നത് പൊളിറ്റിക്കൽ സയൻസിനാണ്. പ്രത്യേകിച്ച് ഡൽഹി യൂണിവേഴ്സിറ്റികളടക്കം സെൻട്രൽ യൂണിവേഴ്സിറ്റി ഏറ്റവും കൂടുതൽ കുട്ടികൾ പഠിക്കാൻ താല്പര്യപ്പെടുന്നത് പൊളിറ്റിക്കൽ സയൻസ് ആണ്. സോ ഈ പൊളിറ്റിക്കൽ സയൻസും ഹിസ്റ്ററിയും കൂടുതൽ കുട്ടികൾ എഴുതും. അത് സെയിം ഡേറ്റിലാണ് അഥവാ May 18 സോഷ്യോളജി അഥവാ ഹിസ്റ്ററിയും പൊളിറ്റിക്സും പഠിക്കുന്ന എല്ലാ കുട്ടികളും സോഷ്യോളജി എഴുതിയില്ലെങ്കിലും സോഷ്യോളജി പഠിക്കുന്ന എല്ലാ കുട്ടികളും ഹിസ്റ്ററിയും പൊളിറ്റിക്സും എന്ത് ചെയ്തും, എന്തായാലും എഴുതുന്നുണ്ടാകും. സോ അതും എന്താണ്, ഒരു ഇഷ്യൂ ആണ്. നെക്സ്റ്റ് വരുന്നത് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാംസാണ്. ഈ എക്സാംസ് ഒക്കെ എന്താ പ്രത്യേകത,
ഇതൊക്കെ പെൻ ആൻഡ് പേപ്പർ മോഡലാണ്, അതുകൊണ്ട് തന്നെ സെൻറ്റർ ടു സെൻറ്റർ ആണ് വരുന്നത്. നെക്സ്റ്റ് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാംസ് ആയിട്ട് വരുന്നത്. അതിൻ്റെ പ്രത്യേകത വെച്ചാൽ ഇത് കംപ്ലീറ്റ്ലി ലാംഗ്വേജാണ്. ഇപ്പോൾ കന്നഡ എഴുതുന്ന ആൾക്കാർ ആരും എന്ത് ചെയ്യില്ല, കാശ്മീരിയോ സന്താലിയോ സിന്ധിയോ നേപ്പാളി ഒന്നും എന്ത് ചെയ്യുന്നില്ല എഴുതുന്നുണ്ടായിരിക്കും. സോ ഇവിടെ കോമൺ വരാനുള്ള സാധ്യത തീരെയില്ല. പക്ഷേ ബാക്കിയുള്ള ചില കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഫൈൻ ആർട്സും സാംസ്കൃതും അതും കോമൺ വരാനുള്ള സാധ്യത വളരെ കുറവായിരിക്കും. പക്ഷേ സൈക്കോളജിയും ഫാഷൻ സ്റ്റഡീസും ചിലപ്പം വല്ലപ്പോഴും ചില കുട്ടികൾ എനിക്ക് സൈക്കോളജിയോ ഫാഷൻ സ്റ്റഡീസ് ഏതെങ്കിലും ഒന്ന് പഠിച്ചാൽ മതി എന്ന് കരുതിയിട്ട് രണ്ടും എഴുതുന്ന കുട്ടികളുണ്ടാകാം. പക്ഷേ അത് വളരെ ലിമിറ്റഡ് നമ്പർ ആയിരിക്കും. പക്ഷേ മറ്റൊരു കാര്യം വരുന്നത് വെച്ചാൽ ആന്ത്രപ്പോളജിയും ലീഗൽ സ്റ്റഡീസും ഇതെന്താണെന്ന് വെച്ചാൽ ഇത് രണ്ടും ഹ്യൂമാനിറ്റീസുമായി റിലേറ്റ് ചെയ്തതാണ്. അപ്പം ചില കുട്ടികൾ ആന്ത്രപ്പോളജി ചെയ്യുന്ന കുട്ടികൾ അത് തന്നെ എന്തുണ്ടാകും, ലീഗൽ സ്റ്റഡീസ് ചെയ്തിട്ടുണ്ടാകും. പക്ഷേ അതിൻ്റെയും സാധ്യത വളരെ കുറവായിരിക്കും. പക്ഷെ എന്നിരുന്നാൽ പോലും അത് ഒരുമിച്ചാണ് ആ ഒരു എക്സാംസ് വരുന്നത്. കമ്പ്യൂട്ടർ സയൻസും ഇൻഫർമേഷൻ പ്രാക്ടീസും ഇതൊരു സിംഗിൾ എക്സാം മാത്രമേ വരുന്നത്. സാൻസ്ക്രിറ്റ്, എൻ്റർപ്രണർഷിപ്പ്, ഹോം സയൻസ്, ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് ഇതും അതേപോലെ എന്ത് ചെയ്യുന്നില്ല, കോമൺ ആയിട്ട് വരുന്നതല്ല. സോ നിങ്ങളുടെ ബ്രേക്കും കാര്യങ്ങളും ടൈമിങ്ങും ഒക്കെ എന്ത് ചെയ്തിട്ട് ഇതിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. സോ ജസ്റ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിനെക്കുറിച്ചൊന്ന് ഡീറ്റെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. നെക്സ്റ്റ് അടുത്തതും പിന്നെ ഇതേപോലെ തന്നെ ലാംഗ്വേജസ് തന്നെയാണ്. മലയാളമൊക്കെ വരുന്നത് ഈ ഒരു സമയത്താണ്. കണ്ടോ, മലയാളം വരുന്നത് May 24th ഫസ്റ്റ് ഷിഫ്റ്റ് ആയിട്ടാണ് പഠിക്കാൻ പോകുന്നത്. പിന്നെയും ബാക്കിയുള്ള പെർഫോമിംഗ് ആർട്സ്, എൻവയോൺമെൻറ്റൽ സ്റ്റഡീസ് ഇതൊക്കെ എന്താണ് നമ്മുടെ ഐ തിങ്ക് B2 വരുന്ന സബ്ജക്ട്സിലാണ് വരുന്നത്. പിന്നെ നെക്സ്റ്റ് ലാംഗ്വേജും എഞ്ചിനീയറിംഗ്, ഗ്രാഫിക്സ്, ടൂറിസം കാര്യങ്ങളൊക്കെ നിന്നിട്ട് ഇതിൽ ഇൻക്ലൂഡ് ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ മോസ്റ്റ്ലി പറയുകയാണെങ്കിൽ നമ്മുടെ വൊക്കേഷണൽ ഐറ്റംസും ലാംഗ്വേജസ് ആണ് കൂടുതലും എവിടെ വരുന്നത്, ഈ CBT ആയിട്ട് എക്സാമിനേഷൻ വരുന്നത്. അപ്പം ഇത് അത്ര വലിയ കോമ്പറ്റീവായി നിങ്ങൾക്ക് വരുന്നില്ല. പക്ഷേ റിട്ടേൺ എക്സാം അത്രയും നല്ല രീതിയിൽ ഡിഫിക്കൽട്ട് ആയിട്ടായിരിക്കും അതിൻ്റെ ഷെഡ്യൂളിങ്ങും കാര്യങ്ങളും വന്നിട്ടുള്ളത്. അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മുടെ CUETയുടെ മെയിൽ ഉണ്ട് അല്ലേ, CUETയുടെ വെബ്സൈറ്റിലും CUETയുടെ മെയിലും ഹെൽപ്പ് ഡെസ്കും കാര്യങ്ങളുണ്ട്. അതിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യണം, തീർച്ചയായിട്ടും നിങ്ങളുടെ അമർഷം അറിയിക്കണം. കാരണം ഈ ഒരു പാറ്റേൺ എക്സാം വെച്ചത് നിങ്ങൾക്ക് നല്ല രീതിയിൽ ബുദ്ധിമുട്ടാണ്, പ്രത്യേകിച്ച് ഇലക്ഷൻ്റെ സമയം കൂടിയാണ്. അപ്പം നമ്മൾ എന്താണോ റേസ് ചെയ്യുന്നത്, എന്താണ് ഇഷ്യൂ എന്നുള്ളത് റേസ് ചെയ്യുന്നത്, ആ ഇഷ്യൂക്ക് അനുസരിച്ചുള്ള റെസ്പോൺസും റെമഡീസും അവർ തീർച്ചയായും തരേണ്ടതാണ്, തന്നിരിക്കും. അപ്പം നമ്മൾ മാക്സിമം രീതിയിൽ എന്ത് ചെയ്യും, നമ്മുടെ സപ്പോർട്ട് ഉണ്ടാകും. അപ്പം സ്റ്റുഡൻസ് എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇതിൽ നിങ്ങൾക്ക് ഇഷ്യൂസ് വരുന്ന കോമ്പിനേഷൻസുകൾ എന്ത് ചെയ്യണം, നിങ്ങൾ തീർച്ചയായിട്ടും റേസ് ചെയ്യണം, മെയിൽ അയക്കണം, NTA മെയിൽ അയക്കണം, ഇന്നത് ഇഷ്യൂസ് ആണെന്നുള്ളത്. സോ ആ നല്ല രീതിയിലുള്ള മെയിലും കാര്യങ്ങളും വരുമ്പോൾ എന്ത് ചെയ്യും, അതിനനുസരിച്ച് റെമഡീസും കാര്യങ്ങളും എന്ത് ചെയ്യും NTA തന്നെ കാണുന്നതായിരിക്കും. അപ്പോൾ മക്കളെ നന്നായിട്ട് അടിപൊളിയായിട്ട് ഒരിക്കലും എന്തൊക്കെ തകരാറുകൾ, എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാലും ഇഷ്യൂസ് വന്നാലും നിങ്ങളുടെ കോൺഫിഡൻസിൽ ഒരു മാറ്റവും ഉണ്ടാകരുത്. CUET ക്രാക്ക് ചെയ്യണം, ഇന്ത്യയിലെ ടോപ്പ് യൂണിവേഴ്സിറ്റിയിലെ ടോപ്പറായിട്ട് തന്നെ പഠിക്കണം എന്നുള്ള ആ ഒരു ഇൻറ്റൻഷൻ, ആ ഒരു ഇൻറ്റിമസി, ആ ഒരു മനക്കരുത്ത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും വേണം. സോ മക്കളെ, ഓൾ ദി ബെസ്റ്റ്.